ടോപ്പിക് നമ്മളുടെ വാഷർ, മുട്ടിൻ്റെ അകത്ത് 2 വാഷറുണ്ട്. വാഷറുടെ ഓർ മെനിസ്കസ്, അതിനെ പറ്റി ആണ് ഇന്നൊരു ടോപ്പിക്. നമ്മൾ വാഷർ, ഇപ്പോൾ നമ്മൾ സ്ക്രൂ ഇടുമ്പോൾ വാഷർ ഇടാൻ കാരണം എന്താ? സ്ക്രൂയുടെ പിടുത്തം കൂട്ടാൻ. സെയിം വേ നമ്മളെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ പിടുത്തം കൂട്ടാൻ നമുക്ക് 2 വാഷർ ഉണ്ട്. ഈ വാഷർ ഡാമേജ് ആവുമ്പോൾ നമുക്ക് കുറച്ച് പെക്യുലറായിട്ട് കുറച്ച് സിംറ്റംസ് വരും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ ഡോർ വാതിൽ കണ്ടോ, അതിൽ ഹിഞ്ചുണ്ട് കണ്ടോ? വാതിൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം. സെയിം വേ നമ്മുടെ നീ ജോയിൻറ്റ് ഒരു ഹിഞ്ച് ജോയിൻറ്റാണ്, വാതിൽ ഹിഞ്ച് പോലെയാണ്. ഈ ഹിഞ്ചിൻ്റെ അവിടെ ഞാൻ എന്തെങ്കിലും കുത്തി വെച്ചെന്ന് വെച്ചോ, വാതിൽ അടയ്ക്കാൻ പറ്റില്ല. സെയിം വേ വാഷർ ടയർ ആയാൽ അത് നീ ജോയിൻറ്റിന് ഇടയിൽ കൊടുക്കും. സോ എന്താ പറ്റുന്നത് വെച്ചാൽ മുട്ട് ചിലപ്പോൾ മടക്കാൻ അല്ലെങ്കിൽ നീർത്താനും പറ്റില്ല. പെട്ടെന്ന് നടക്കുമ്പോൾ മുട്ട് പെട്ടെന്ന് ലോക്കാവും. അങ്ങനെ ലോക്കിങ് വന്നാൽ അതിനർത്ഥം മെനിസ്കസ്, അതായത് വാഷറിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ടാകും. 2, വാഷറിൻ്റെ ഡാമേജ് വന്നാൽ പെയിൻ വരും. 3, എപ്പോഴും നീരും പെയിനും വരും. നീര് ജോയിൻറ്റിനകത്ത് നീര് വന്നാൽ ദാറ്റ് മീൻസ് ജോയിൻറ്റിനകത്ത് പ്രശ്നമുണ്ട്. ലിഗമെൻറ്റിന് പ്രോബ്ലം വന്നാൽ നീര് വരും, വാഷറിൻ്റെ ഡാമേജ് വന്നാൽ നീര് വരും. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ വാഷറിൻ്റെ ഡാമേജ് വന്നാൽ ജോയിൻറ്റിന് അവിടെ ഞെക്കുമ്പോൾ പെയിൻ വരും. ലിഗമെൻറ്റ് ഇഞ്ചുറി വന്നാൽ യൂഷ്വലി അങ്ങനെ ജോയിൻറ്റിന് മുകളിൽ ഞെക്കുമ്പോൾ പെയിൻ വരില്ല. സോ ഈ 3 സിംറ്റംസ് വന്നാൽ, അതായത് മുട്ട് ലോക്ക് ആയ, നീ ജോയിൻറ്റ് പെയിൻ, പിന്നെ എപ്പോഴെപ്പോഴും നീര് വരാണെങ്കിൽ ദാറ്റ് മീൻസ് വാഷർ ഡാമേജ് ആയെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറിനെ പോയി കാണാം. താങ്ക് യു.